അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കഴിഞ്ഞ 2 ക്ലാസ്സുകളിലായിട്ട് സൂറ അൽ ഗാഷിയ 14 ആയത്തുകൾ മനസ്സിലാക്കി. ഇൻഷാ അല്ലാഹ് ഇന്ന് ബാക്കി വരുന്ന ആയത്തുകൾ നോക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വനമാരിഖു മസ്ഫൂഫ. വനമാരിഖു വാവ് ഉച്ചരിക്കുമ്പോൾ ചുണ്ടുകൾ ഒന്ന് സർക്കിൾ ചെയ്ത് കൊടുക്കുക. മീമിൻ്റെ കൂടെ അലിഫ് മദ് വന്നു 2 കൗണ്ട് നീട്ടിക്കൊടുക്കുക. റ കെസ്റ ആയതുകൊണ്ട് നമ്മൾ താഴ്ത്തി ഉച്ചരിച്ച് കൊടുക്കുക. ഖാഫ് ഇസ്തിഅലാൻ്റെ ലെറ്റർ ആയതുകൊണ്ട് തഫ്ഹീം ചെയ്തിട്ട് ഉച്ചരിക്കുക. മസ്ഫൂഫ സ്വാദും ഇസ്തിഅലാൻ്റെ ലെറ്ററാണ്, തഫ്ഹീം ചെയ്തിട്ട് ഉച്ചരിക്കുക. കൽക്കലയുടെ ലെറ്റർ ഇല്ലാത്തത് കൊണ്ട് സുക്കൂനാവുമ്പോൾ നമ്മൾ ഹാഫ് സുക്കൂന് കൊടുക്കുക കേട്ടോ. ഫഇൻ്റെ കൂടെ വാവ് മദ് വന്നു 2 കൗണ്ട് നീട്ടിക്കൊടുക്കുക. അവസാനത്തിൽ ത മർബൂത്തയിൽ നിർത്തുമ്പോൾ ഹ സാക്കിനെയാക്കിക്കൊണ്ട് നിർത്തി കൊടുക്കുക. ഓക്കെ. വസറാബിയു മബ്സൂസ. വസറാബിയു വാവ് ഉച്ചരിക്കുമ്പോൾ ഇവിടെയും ചുണ്ടുകളൊന്ന് സർക്കിൾ ചെയ്ത് കൊടുക്കുക. സായ് ഉച്ചരിക്കുമ്പോൾ നമ്മുടെ നാവിൻ്റെ ടിപ്പ് താഴെ മുൻപല്ലിൻ്റെ ഉൾവശത്ത് വെച്ചിട്ട് ഉച്ചരിക്കുക. വസറാബിയു റ ഫതഹ് ആയതുകൊണ്ട് ഉയർത്തിയിട്ട് ഉച്ചരിക്കും. റഇൻ്റെ കൂടെ അലിഫ് മദ് വന്നു 2 കൗണ്ട് നീട്ടിക്കൊടുക്കുക. യാക്ക് ശബ്ദ വന്നു 2 ഹർഫുകൾ ഉച്ചരിക്കുന്ന കനം കൊടുക്കുക. മബ്സൂസ ബ കൽക്കലയുടെ ലെറ്റർ ആയതുകൊണ്ട് സുക്കൂനാവുമ്പോൾ ഫുൾ സുക്കൂന് കൊടുക്കുക. സഇൻ്റെ കൂടെ വാവ് മദ് വന്നു 2 കൗണ്ട് നീട്ടിക്കൊടുക്കുക. സ ലൈറ്റ് ആക്കിയിട്ട് ഉച്ചരിക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. നമ്മുടെ നാവിൻ്റെ അറ്റം മേലെ മുൻപല്ലിൻ്റെ താഴെ അറ്റത്ത് വെച്ചിട്ട് ഉച്ചരിക്കുക കേട്ടോ. മബ്സൂസ ത മർബൂത്തയിൽ നിർത്തുമ്പോൾ ഹ സുക്കൂനാക്കിക്കൊണ്ട് നിർത്തി കൊടുക്കുക. ഓക്കെ. അഫലാ യൻദുറൂന ഇലൽ ഇബ്ലി കൈഫ ഖുലിഖത്. അഫല ഹംസ അക്സൽ ഹൽക്കിൽ നിന്നാണ് പുറപ്പെടുന്നത്. സൗണ്ടിനെ വ്യക്തമാക്കി കൊടുക്കുക. ഫ ലൈറ്റ് ആക്കിയിട്ട് ഉച്ചരിക്കാൻ ശ്രദ്ധിക്കുക. ലാമിൻ്റെ കൂടെ അലിഫ് മദ് വന്നു 2 കൗണ്ട് നീട്ടിക്കൊടുക്കുക. യൻദുറൂന ഇവിടെ നൂൻ സാക്കിനയ്ക്ക് ശേഷം ഇഖ്ഫായിൻ്റെ അക്ഷരമായിട്ടുള്ള വാ വന്നു. നൂൻ സാക്കിനയെ മറച്ചു വെച്ചിട്ട് മണിച്ചോതി കൊടുക്കുക. റഇൻ്റെ കൂടെ വാവ് മദ് വന്നു 2 കൗണ്ട് നീട്ടിക്കൊടുക്കുക. ഇലൽ ഇബ്ലി ലാം കൽക്കലയുടെ ലെറ്റർ ഇല്ലാത്തത് കൊണ്ട് ഹാഫ് സുക്കൂന് കൊടുക്കുക. കൈഫ ഖുലിഖത് കാഫ് ഉച്ചരിക്കുമ്പോൾ കുറച്ച് ചെരിച്ചിട്ട് ഉച്ചരിക്കാൻ ശ്രദ്ധിക്കുക. ഫ ലൈറ്റ് ആക്കിയിട്ട് ഉച്ചരിക്കുക കേട്ടോ. മേലെ മുൻപല്ലിൻ്റെ അറ്റം താഴെ ചുണ്ടിൻ്റെ ഉൾവശത്ത് വെറ്റായ ഭാഗത്ത് വെച്ചിട്ട് ഉച്ചരിക്കുക. ഖുലിഖത് ഹ ഇസ്തിഅലാൻ്റെ ലെറ്ററാണ്. ഖാഫും ഇസ്തിഅലാൻ്റെ ലെറ്ററാണ്. രണ്ടും തഫ്ഹീം ചെയ്തിട്ട് ഉച്ചരിക്കുക. ത സുക്കൂനിലാവുമ്പോൾ കുറച്ച് എയർ പുറത്തോട്ട് പോണ സൗണ്ടിൽ വേണം ഉച്ചരിക്കാനായിട്ട്. ഖുലിഖത്. ഓക്കെ. വഇലസ്സമാഇ കൈഫ റുഫിഅത്. വഇലസ്സമാ വാവ് ഉച്ചരിക്കുമ്പോൾ ചുണ്ടുകൾ ഒന്ന് സർക്കിൾ ചെയ്ത് കൊടുക്കുക. ഹംസ ക്ലിയർ ആക്കി കൊടുക്കുക. അക്സൽ ഹൽക്കിൽ നിന്നാണ് ഹംസ വരുന്നത്. സൗണ്ടിനെ വ്യക്തമാക്കുക. സീനിന് ശബ്ദ വന്നു 2 ഹർഫുകൾ ഉച്ചരിക്കുന്ന കനം കൊടുക്കുക. മീമിന് ശേഷം അലിഫ് മദ് വന്നു. മദ്ദക്ഷരത്തിന് ശേഷം ഹംസയും വന്നു. മദ്ദക്ഷരവും ഹംസയും ഒരു വേർഡിലായിട്ടാണ് വന്നിട്ടുള്ളത്. 4 or 5 കൗണ്ട് നിർബന്ധമായിട്ട് നീട്ടിക്കൊടുക്കുക കേട്ടോ. മദ് വാജിബ് മുത്തസിൽ. കൈഫ റുഫിഅത്. കൈഫ കാഫ് ഉച്ചരിക്കുമ്പോൾ കുറച്ച് ചെരിച്ചിട്ട് ഉച്ചരിക്കാൻ ശ്രദ്ധിക്കുക. ഫ ലൈറ്റ് ആക്കിയിട്ട് ഉച്ചരിക്കുക. റുഫിഅത് അതിൻ്റെ മഖ്റജ് വസത്തുൽ ഹൽക്കാണ്. ഹംസയായി പോവാതെ ശ്രദ്ധിക്കുക. ത സുക്കൂനിൽ നിർത്തുമ്പോൾ കുറച്ച് എയർ പുറത്തോട്ട് പോണ സൗണ്ടിൽ വേണം നിർത്തി കൊടുക്കുക. റുഫിഅത്. വഇലൽ ജിബാലി കൈഫ നുസിബത്. വഇലൽ ജിബാലി ഇവിടെയും വാവ് ഉച്ചരിക്കുമ്പോൾ ചുണ്ടുകളൊന്ന് സർക്കിൾ ചെയ്ത് കൊടുക്കുക. ഹംസ അക്സൽ ഹൽക്കിൽ നിന്നാണ് വരുന്നത്. സൗണ്ടിനെ വ്യക്തമാക്കി കൊടുക്കുക. ലാം വഇലൽ ജിബാലി ലാം കൽക്കലയുടെ ലെറ്റർ ഇല്ലാത്തത് കൊണ്ട് ഹാഫ് സുക്കൂന് കൊടുക്കുക. ബഇൻ്റെ കൂടെ അലിഫ് മദ് വന്നു 2 കൗണ്ട് നീട്ടിക്കൊടുക്കുക. കൈഫ കാഫ് ഉച്ചരിക്കുമ്പോൾ ചെരിച്ചിട്ട് ഉച്ചരിക്കാൻ ശ്രദ്ധിക്കുക. ഫ ലൈറ്റ് ആക്കിയിട്ട് ഉച്ചരിക്കുക. മേലെ മുൻപല്ലിൻ്റെ അറ്റം താഴെ ചുണ്ടിൻ്റെ ഉൾവശത്ത് നനഞ്ഞ ഭാഗത്ത് വെച്ചിട്ട് ഉച്ചരിക്കുക. നുസൈബത്ത് സ്വാദ് ഇസ്തിഅലാൻ്റെ ലെറ്ററാണ്. ഇത്ബാക്കിൻ്റെ ലെറ്ററും കൂടിയാണ്. അപ്പോൾ കെസ്റയായാലും നമ്മൾ ഇത്ബാക്കിൻ്റെ അക്ഷരങ്ങൾക്ക് കെസ്റയായാൽ പോലും ഉയർത്തിയിട്ട് വേണം ഉച്ചരിക്കാൻ കേട്ടോ. തഫ്ഹീം ചെയ്തിട്ട് ഉച്ചരിക്കുക. നുസൈബത്ത് ത സുക്കൂനിലാവുമ്പോൾ എയർ പുറത്തോട്ട് പോണ സൗണ്ടിൽ വേണം നിർത്തി കൊടുക്കുക. ഓക്കെ. വഇലൽ അർളി കൈഫ സുതിഹത്.
വ ഇലൽ അർളി ഇവിടെയും വാവ് ഉച്ചരിക്കുമ്പോൾ ചുണ്ടുകളൊന്ന് സർക്കിൾ ചെയ്ത് കൊടുക്കുക. ലാമ് കൽക്കലയുടെ ലെറ്റർ അല്ലാത്തത് കൊണ്ട് ഹാഫ് സുക്കൂന് കൊടുക്കുക. റാഇനും നമ്മൾ ഹാഫ് സുക്കൂന് കൊടുക്കുക. വാദ് ഇസ്തിഅലാൻ്റെ ലെറ്റർ ആയതുകൊണ്ട് തഫ്വീം ചെയ്ത ഇത്ബാഖിൻ്റെ ലെറ്ററും കൂടിയാണ്. കെസ്റയിൽ പോലും ഉയർത്തിയിട്ട് വേണം ഉച്ചരിക്കാൻ. കൈഫ സുതിഹത് ത ഇസ്തിഅലാൻ്റെ ലെറ്ററാണ്. ഇത്ബാഖിൻ്റെ ലെറ്ററും കൂടിയാണ്. കെസ്റയായാലും നാവിനെ മുകളിലേക്ക് നല്ലവണ്ണം ഉയർത്തിയിട്ട് വേണം ഉച്ചരിക്കാൻ. സുതിഹത് ഹ തൊണ്ടയുടെ മധ്യഭാഗത്തിൽ നിന്നാണ് വരുന്നത്. സൗണ്ടിന് ഹംസയായി പോവാതെ ശ്രദ്ധിക്കുക. താ സുക്കൂനിലാവുമ്പോൾ എയർ പാസ് ചെയ്യുന്ന രൂപത്തിൽ വേണം നിർത്താൻ. ഓക്കെ. കൈഫ സുതിഹത് ഫദക്കിർ ഇന്നമാ അൻത മുദക്കിർ. ഫദക്കിർ ഫ ലൈറ്റാക്കിയിട്ട് ഉച്ചരിക്കുക. ദാലും ലൈറ്റാക്കിയിട്ട് ഉച്ചരിക്കുക കേട്ടോ. നാവിൻ്റെ ടിപ്പ് മേലെ മുൻപല്ലിൻ്റെ അറ്റത്ത് കൊണ്ടുവച്ചിട്ട് ഉച്ചരിക്കുക. ഫദക്കിർ കാഫ് ശ്രദ്ധ വന്നിട്ടുണ്ട്. 2 ഹർഫുകൾ ഉച്ചരിക്കുന്ന കനം കൊടുക്കുക. റോക്ക് സുക്കൂനാണ്. റോക്ക് സുക്കൂനും മുന്നേ ഉള്ള അക്ഷരത്തിന് കെസ്റയുമായ റോ നമ്മൾ താഴ്ത്തിയാണ് കേട്ടോ ഉച്ചരിക്കുക. ഫദക്കിർ ഫദക്കിർ ഇന്നമാ അൻത മുദക്കിർ. നൂനിന് ശ്രദ്ധ വന്നു. നല്ലോണം മണിച്ചു കൊടുക്കുക. അഖ്മൽ ഉന്ന മീമിൻ്റെ കൂടെ മദ് വന്നു. മദ്ദക്ഷരത്തിന് ശേഷം അടുത്ത വേർഡിലായിട്ട് ഹംസയും വന്നു. 2 or 4 ഹർക്കത്ത് നീട്ടിക്കൊടുക്കുക. മദ് ജായിസ് മുൻഫസിൽ. ഓക്കെ. നൂൻ സാക്കിനയ്ക്ക് ശേഷം ഇഖ്ഫായിൻ്റെ അക്ഷരമായിട്ടുള്ള താ വന്നു. നൂൻ സാക്കിനയെ മറച്ചു വെച്ചിട്ട് മണിച്ചോതി കൊടുക്കുക. അൻത മുദക്കിർ. ദാല് ഇവിടെയും ലൈറ്റ് ആക്കിയിട്ട് ഉച്ചരിക്കുക. നമ്മുടെ നാവിൻ്റെ ടിപ്പ് മേലെ മുൻപല്ലിൻ്റെ അറ്റത്ത് കൊണ്ട് വെച്ചിട്ട് ഉച്ചരിക്കുക. കാഫ് ശബ്ദം വന്നിട്ടുണ്ട്. 2 ഹർഫുകൾ ഉച്ചരിക്കുന്ന കനം കൊടുക്കുക. അവസാനത്തിൽ നമ്മൾ നിർത്തുമ്പോൾ സുക്കൂന് കൊടുത്ത് നിർത്തുമല്ലോ. അപ്പോൾ റോക്ക് സുക്കൂനാവും. മുന്നേയുള്ള അക്ഷരത്തിന് കെസ്റയുമാവും. അപ്പോൾ റോ താഴ്ത്തിയിട്ട് നിർത്തി കൊടുക്കുക കേട്ടോ. മുദക്കിർ ഫദക്കിർ ഇന്നമാ അൻത മുദക്കിർ. അപ്പോൾ നമുക്കിന്ന് ഇവിടെ വെച്ചിട്ട് നിർത്താം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.